ഹലോ, എല്ലാവർക്കും ആംബിക്കോണിൻ്റെ പോസിറ്റീവ് ലൈഫിലേക്ക് സ്വാഗതം. ഞാൻ എൻ്റെ കണ്ണനെയൊക്കെ കാണാൻ പോയിട്ട് വന്നതാണ്. ഭയങ്കര സന്തോഷം. സാധാരണ ഫുൾ മൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതൊരു നെഗറ്റീവ് ഡേ ആണ്. എനിക്ക് ഭയങ്കര എനർജി ഡ്രെയിൻ ആയിട്ടുള്ളൊരു ഡേ ആണ്. എൻ്റെ കണ്ണൻ്റെ അടുത്ത് നിന്നുകൊണ്ടാണോ എന്താണെന്നൊന്നും അറിയില്ല, ഞാനത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. എനിക്കതുകൊണ്ട് അതിന് ഭയങ്കര എനർജി ഡിഫറൻസിയേഷനൊന്നും തോന്നിയില്ല. പക്ഷെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം 1 മണി മുതൽ 5 മണി വരെ ഞാൻ ഉറങ്ങുമായിരുന്നു. കംപ്ലീറ്റ് എന്നെ ആരോ പിടിച്ചിട്ടവളെ ഞാൻ ഉറങ്ങിപ്പോയി. അപ്പം നമ്മൾ ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. എങ്ങനെ ഈ ബ്ലൂ മൂൺ, സൂപ്പർ മൂൺ മാനിഫെസ്റ്റേഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യത്തിലേക്കാണ് കിടക്കുന്നത്. എങ്ങനെ ചെയ്യാമെന്നറിയോ? സാധാരണ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നൊരു കാര്യത്തിന് തികച്ചും വിപരീതമായിട്ടുള്ളൊരു കാര്യമാണ്. 2 കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഒന്ന്, നമ്മൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് മുന്നേയും നന്നായിട്ട് ഡീപ്പ് ബ്രീത്ത് എടുക്കുക, റിലാക്സ് ചെയ്യുക, മെഡിറ്റേറ്റ് ചെയ്യുക എന്നൊക്കെയുള്ള കാര്യം. അതിതിന് വേണ്ട. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിനെ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പേഴ്സണെ ഒന്നും ഇന്ന് മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കരുത്, അല്ലെങ്കിൽ ഒരാളെയും അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാൻ പോകരുത്. നമ്മുടെ സ്റ്റെബിലിറ്റി, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, നമ്മളെ ആഗ്രഹങ്ങൾ, അതിനൊക്കെയാണ് നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ ഗോള്, നമ്മുടെ പേർപ്പസ്, അതിനൊക്കെയാണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞു തരാറ്. അതിൽ നിന്നൊക്കെ തികച്ചും വിഭിന്നമായിട്ട് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് സൂപ്പർ മൂൺ. ഇന്ന് വളരെ അടുത്ത് നമുക്ക് സൂപ്പർ മൂണിനെ, അതായത് മൂണിനെ കാണാൻ, പൂർണ്ണചന്ദ്രനെ കാണാൻ പറ്റുന്നതുകൊണ്ടാണ് സൂപ്പർ മൂൺ എന്ന് പറയുന്നത്. അപ്പം മൂണെന്ന് പറഞ്ഞാൽ തന്നെ അതൊരു പ്രണയത്തിൻ്റെ, കുളിർമയുടെ ഒക്കെ ഒരു ദിവസം, അതായത് അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദിവസം എന്നല്ല, അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം നമുക്കിന്ന് നമ്മൾ ഇഷ്ടപ്പെട്ട, ആഗ്രഹിച്ച വ്യക്തിനെ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന റിലേഷൻഷിപ്പ്. ഇപ്പം ഞാൻ പറയും, എന്നോട് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഒരു പെർട്ടിക്കുലർ പേഴ്സണെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിൽ 2 കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം. ഫർദറായിട്ട് വരാൻ പോകുന്ന ഇൻസെക്യൂരിറ്റി, അതായത് എന്നെ വിട്ടു പോകുമെന്നുള്ള ആശങ്ക പിന്നെ പാടില്ല. നിങ്ങൾ എപ്പോഴും വിശ്വസിക്കണം, അയാൾ ഡീപ്ലി ഇൻവെസ്റ്റഡ് ആണ് എന്നിൽ എന്ന് നിങ്ങൾക്ക് കുറച്ച് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ മാത്രം നിങ്ങളതിലേക്ക് പോവുക. രണ്ടാമത്, ആ റിലേഷൻഷിപ്പ് ശരിക്കും എന്നെ അയാൾ അർഹിക്കുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ചെയ്യാൻ ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, ഇപ്പം നമ്മളെ പിന്നാലൊക്കെ, ഇപ്പം ഗേൾസിൻ്റെ ഒക്കെ ആണെങ്കിൽ ഒന്നിലധികം ആൾക്കാരൊക്കെ കല്യാണം കഴിഞ്ഞാലും കുട്ടികളായാലും ഒരു കുഴപ്പമില്ല. എൻ്റെയൊക്കെ പിന്നാലെ എത്ര പേരുണ്ട് നടക്കുന്നത്, വർഷങ്ങളായിട്ട് എൻ്റെ പിന്നാലെ നടക്കുന്ന ആൾക്കാരുണ്ട്. എൻ്റെ +2 +1 ഉണ്ടായിരുന്ന ആ സമയത്ത് എൻ്റെ പിന്നാലെ നടക്കുന്ന ആൾക്കാർ ഇപ്പോഴും എൻ്റെ പിന്നാലെ നടക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ എന്തുകൊണ്ടോ നമുക്ക് അവരെ ആക്സെപ്റ്റ് ചെയ്യാനോ അവരെ സ്നേഹിക്കാനോ ഒന്നും നമുക്ക് കഴിയുന്നില്ല. ഒരു പ്രശ്നങ്ങളുണ്ടല്ലോ, ചിലപ്പോൾ അവർ നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളെക്കാളും എത്രയോ മുന്നിലായിരിക്കും, ക്വാളിറ്റി കൊണ്ടും സ്വഭാവം കൊണ്ടും അല്ലെങ്കിൽ പൈസ കൊണ്ടും ജോബ് കൊണ്ടും എന്തുകൊണ്ടും നമ്മളോടുള്ള സ്നേഹം കൊണ്ടും അത് ഒരുപാട് മുകളിലായിരിക്കും. പക്ഷെ നമുക്കത് പറ്റാറില്ല. അപ്പോൾ എന്തുകൊണ്ട് പറ്റാറില്ല? നമുക്ക് അവരോട് ആ ഒരു ഇത് തോന്നുന്നില്ല. അതുകൊണ്ട് അപ്പം എപ്പോഴും സ്നേഹിക്കാൻ ഒരു റിലേഷൻഷിപ്പിനെ ഇന്ന് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാം. എങ്ങനെയെന്ന് വെച്ചാൽ, ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തി, അതായത് ഇന്നൊരു പെർട്ടിക്കുലർ വ്യക്തി ആവണമെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തി, അതായത് എനിക്കും ആഗ്രഹം തോന്നുന്ന, എനിക്കും പ്രണയം തോന്നുന്ന, എനിക്കും അഗാധമായിട്ട് പ്രണയിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതും നിങ്ങൾ ഭയങ്കരമായ പ്രണയത്തിലാവുന്നതും, ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ രീതിയിലുള്ള ഭംഗിയോ, അല്ലെങ്കിൽ ഇപ്പം ആമ്പിള്ളേരുടെ കോൺസെപ്റ്റൊക്കെ ആണെങ്കിൽ നല്ല മുടി, നല്ല കണ്ണ്, പല ഗേൾസ് ആണെങ്കിൽ പെർഫെക്റ്റ് ജോ ലൈന്, സ്ലിം, ഹൈറ്റ്, അപ്പം അങ്ങനെയൊക്കെയുള്ള, അപ്പം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും, ചിലപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ക്യാരക്ടറായിരിക്കും ചിലർ ആഗ്രഹിക്കുക. അങ്ങനെ ക്വാളിറ്റിയുള്ള ക്യാരക്ടറുള്ള ഒരാൾ അങ്ങനെ ഒന്ന് വിഷ്വലൈസ് ചെയ്യാം. അപ്പം നല്ലൊരു റിലേഷൻഷിപ്പ്, അതായത് എനിക്കും അയാളോട് സ്നേഹം തോന്നണം, അയാൾക്കും എന്നോട് അങ്ങനെ തന്നെ സ്നേഹം തോന്നണം, എന്നിട്ട് ഞങ്ങളൊരു പെർഫെക്റ്റ് റിലേഷൻഷിപ്പിലാവണം. അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യാം. അതുപോലെ ഇപ്പം തെറ്റിപ്പിരിഞ്ഞു പോയവർ, ചെറിയ പ്രശ്നങ്ങളൊക്കെ കൊണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തെറ്റിദ്ധാരണകളോടൊക്കെ പോയ ആൾക്കാരുണ്ടാവും. അവരൊക്കെ നിങ്ങൾക്കിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വീണ്ടും മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സമയമാണ്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
ഇപ്പം ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് മറ്റൊരു ബന്ധത്തിലായി പോവുക, നിങ്ങൾക്ക് അവരെ മറക്കാൻ പറ്റാതായി പോവുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ വരുമല്ലോ. അവർക്കും ഇന്ന ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളുടെ പാർട്ട്ണറെ കൊണ്ടുവരാൻ പറ്റുക. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് അടുത്തത് പറയാൻ പോകുന്നത്. എങ്ങനെയാണ് ഈ മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ടത് എന്ന് വെച്ചിട്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊന്നുമല്ല കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു, ഞാനിത് ഗ്രൂപ്പിൽ പറഞ്ഞപ്പം അതായത് മൾട്ടിപ്പിൾ തിങ്സ് അറ്റ് എ ടൈം മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ചെയ്യാം, പക്ഷേ അതെങ്ങനെ കണക്റ്റഡ് ആയിരിക്കണം. ഇപ്പം നിങ്ങളുടെ ട്വിന്നായിട്ടുള്ള ഒരു വ്യക്തിനെ നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന അതേ സമയം നിങ്ങൾക്ക് ഒരുപാട് വെൽത്തും വേണം, നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാറോ അല്ലെ ഒരു ജോബോ അങ്ങനെ എന്തെങ്കിലും വേണം. അപ്പോൾ ഇതിനെ മൊത്തം നിങ്ങൾ കണക്ട് ചെയ്യണം. എങ്ങനെ? ഞാൻ ആഗ്രഹിച്ച ജോലിയൊക്കെ കിട്ടി, ഇത്രയൊക്കെ പൈസ ഉണ്ടാക്കി, ഞാൻ ആഗ്രഹിച്ച വ്യക്തിയൊത്ത് ഞാനിങ്ങനെ പോകുന്നതും ഞാൻ ചെയ്യുന്നതൊക്കെ ഒരു സിനിമ പോലെ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റണം. എപ്പോഴാണിത് വിഷ്വലൈസ് ചെയ്യേണ്ടത്? ഓടിപ്പോയിട്ട് അത് അമ്മൂണിനെ കണ്ടു എന്നാൽ ഞാൻ വിഷ്വലൈസ് ചെയ്യട്ടെ, ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ വളരെ റിലാക്സ് ആയിട്ട് നിൽക്കുന്ന ഒരു ഹാഫ് അവർ നിങ്ങളിതിനു വേണ്ടി തിരഞ്ഞെടുക്കണം. നിങ്ങൾ എന്നിട്ട് പോയിട്ട് ഈ സമയത്ത് ബ്ലൂ മൂണിനെയോ അല്ലെ ബ്ലൂ മൂണായിട്ട് കണ്ടില്ലെങ്കിലും ആ ഒരു ഹാലോയിൽ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഫുൾ മൂണിനെ ഒന്ന് വിസിബിൾ ആവുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രകാശം നല്ല രീതിയിൽ വിസിബിൾ ആവുന്ന രീതിയിലുള്ളൊരു പ്ലേസിൽ പോയി നിന്ന് നിങ്ങൾ ആ സൗന്ദര്യം ഒന്ന് ആസ്വദിക്കണം. നിങ്ങളോട് ഞാൻ മെഡിറ്റേഷനോ ബ്രീത്തിങ് എക്സസൈസോ ഒന്നും ചെയ്യേണ്ട എന്ന് പറയുന്നത്, നമുക്ക് ഈ ഒരു കളറില്ലേ, ആ ലൈറ്റ് ബ്ലൂയിഷ് വൈറ്റ് ആയിട്ട് വരുന്ന ആ ഒരു കളറ് നമുക്കൊരു കുളിർമ നൽകുന്ന കളറാണ്. അതുപോലെ ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു പ്ലേസ് പോകുമ്പോൾ നിങ്ങൾക്ക് പിന്നെ പ്രത്യേകിച്ച് മെഡിറ്റേറ്റ് ചെയ്യുക അതൊന്നും നിങ്ങളല്ലാതെ തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള കോർ എനർജീനെ പുറത്തുള്ള ഹൈ എനർജി ആയിട്ട് ടൈ ചെയ്യും. നിങ്ങൾക്ക് ഇക്വിലിബ്രിയത്തിലെത്താൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു മൊമെൻറ്റിലേക്ക് നിങ്ങൾ മാറുകയാണ്. അങ്ങനെ മാറുന്നൊരു സമയത്ത്, അതായത് നിങ്ങളങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ആസ്വദിച്ച് മുഴുവനായിട്ട് എന്നിട്ട് വീണ്ടും പോയ വഴികളെ കുറിച്ചിട്ടോ അതിൽ നിന്ന് എണീറ്റ് വന്നതും അതൊക്കെ നിങ്ങൾക്കൊരു സിനിമ പോലെ കണ്ടെഴുതുക. എന്നിട്ട് നിങ്ങൾ ഞാൻ ഇതൊക്കെ നേടിയിട്ടുണ്ടല്ലേ എന്ന് നിങ്ങളോട് തന്നെ ഒരു പ്രൗഡായിട്ടുള്ള ഒരു തോട്ടിലേക്കൊക്കെ എത്തുമ്പോൾ അടുത്ത നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ പതുക്കെ മുന്നോട്ടേക്ക് വിഷ്വലൈസ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ എന്ന രീതിക്ക് ഇന്നത് ചെയ്ത് അങ്ങനെ ഇതൊക്കെ കണ്ട്, അതായത് ഒരു സിനിമ പോലെ കാണുക. എന്നിട്ട് കണ്ടതിന് ശേഷം കാണുമ്പോൾ നമ്മൾ ഒരു കറക്റ്റായി നടക്കുകയാണല്ലോ, നമ്മൾ മുന്നിൽ നടക്കുകയാണല്ലോ. അപ്പോൾ നമുക്കൊരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും. ഈ എക്സൈറ്റഡ് ആയിട്ട് നിന്നൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുൾ മൂണിനെയൊക്കെ ഒന്ന് നോക്കിയിട്ട് നന്നായിട്ടൊന്ന് ചിരിച്ച് താങ്ക് യു യൂണിവേഴ്സ്, ഇത്രയും വേഗം നടക്കുന്നതിൽ എനിക്ക് ഇത്രയും ആഗ്രഹങ്ങൾ ഇത്രയും നല്ല രീതിയിൽ എൻ്റെ മുന്നിലേക്ക് തുറന്നു തന്നതിന്, അതിനുള്ള വഴികൾ ഇങ്ങനെ കാണിച്ചു തരുന്നതിന് ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്, താങ്ക് യു എന്ന് രേഖപ്പെടുത്തുക. വീണ്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നേരം പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിച്ച് റിലാക്സായി ഒരു മൂളിപ്പാട്ടൊക്കെ പാടി നന്നായിട്ട് ദീർഘനിശ്വാസമൊക്കെ ഒന്ന് വിട്ട് ഇപ്പോൾ ഏതെങ്കിലും സിനിമയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് സ്ട്രെസ് ചെയ്യുന്നൊരു കാര്യത്തിലേക്കും നിങ്ങൾ വീണ്ടും ഇന്ന് പോകണ്ട. വളരെ കൂളായിട്ട് ചിലപ്പോൾ പുറത്തൊക്കെ പോകണമെങ്കിൽ ഒന്ന് പുറത്തൊക്കെ പോയിട്ട് നന്നായിട്ട് അടിച്ചു പൊളിച്ചൊന്ന് എൻജോയ് ചെയ്തിട്ട് വരാം. എന്നിട്ട് നന്നായിട്ട് ഉറങ്ങാം. എന്നിട്ട് ചില ചാനലുകളിലൊക്കെ ഞാൻ കണ്ടു നാളെയും മറ്റന്നാളൊക്കെ ഓപ്പൺ ആണ് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാമെന്നൊക്കെ. അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തോളൂ, പല കാര്യങ്ങളൊക്കെ വിഷ്വലൈസ് ചെയ്തോളൂ. പക്ഷേ നമ്മൾ ഒരു സാധനം ഓർഡർ ചെയ്ത് വീണ്ടും നാളെ അതേ സാധനം ഓർഡർ ചെയ്യുമോ വേഗം എത്തുമെന്ന് വിചാരിച്ചിട്ട് പറ്റില്ലല്ലോ. അപ്പം ഇത് പൂർണ്ണമായി നിങ്ങൾ ഓർഡർ ചെയ്ത് നിങ്ങൾ വിശ്വസിച്ചു അത് തിരിച്ചെൻ്റെ അടുത്ത് എത്താൻ പോവുകയാണെന്ന്. അപ്പം നിങ്ങൾ ബാക്കി എനർജി നിങ്ങളുടെ കയ്യിലുള്ള പരിപാടി കഴിഞ്ഞു, പുറത്തുള്ള ആൾക്ക് ചെയ്യാൻ ഏൽപ്പിച്ച് കഴിഞ്ഞു. ഇനി ഇത് പാക്ക് ചെയ്ത് പുറത്ത് ഡെലിവറി ഇങ്ങോട്ടേക്ക് വരണം, നമ്മളത് റിസീവ് ചെയ്യണം. അപ്പം മാത്രം നമ്മളത് കിട്ടിയിട്ട് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണിക്കുക. അല്ലാതെ അതിൻ്റെ രീതിക്ക് അതിനെ മറന്നു കളയുക. അത് വരുമ്പോൾ വരും, അത് വരും എന്നുള്ളൊരു ഉറച്ച വിശ്വാസം അങ്ങനെ അങ്ങ് വിട്ടേക്കണം. അപ്പം അടുത്ത ദിവസം മറ്റെന്തെങ്കിലും വേണമെങ്കിൽ ആഗ്രഹിക്കാം. കഴിയുന്നതും ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നല്ലത്. കാരണം നമ്മൾ ഒന്നിൽ ഫുള്ളി ഇൻവെസ്റ്റഡ് ആണ്, നമ്മൾ ഹാപ്പിയാണ്. നമ്മളിപ്പം വീണ്ടും മാനിഫെസ്റ്റ് എനർജിയിലേക്ക് പോകുമ്പം അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുൾഫില്ലല്ല, നമ്മൾ മീറ്റ് ആയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതല്ലാതെ നമ്മളെല്ലാം കംപ്ലീറ്റ്ലി ഫുൾഫിൽഡ് ആണ് എന്നുള്ളൊരു എൻജോയ്മെൻറ്റിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇപ്പോൾ ട്വിൻ സോൾസിനെ അട്രാക്റ്റ് ചെയ്യാമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു ഗ്രൂപ്പിൽ. അപ്പം എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ്, ട്വിൻ സോൾസിനെ നമുക്ക് അട്രാക്റ്റ് ചെയ്യാം, പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളാണ് നിങ്ങളുടെ ട്വിന്നെന്ന് നിങ്ങൾ ഉറപ്പിക്കുക എന്നുള്ള ആ രീതിക്ക് ചെയ്യരുത്. നിങ്ങളുടെ ട്വിൻ സോളിനെ നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാം. അപ്പം അടുത്ത വന്ന ക്വസ്റ്റ്യൻ, അപ്പം ട്വിന്നെന്നാണ് നമ്മൾ വിചാരിക്കുന്ന ആളുടെ ഫേസല്ലേ നമുക്ക് മനസ്സിൽ വരിക, അപ്പോൾ അതല്ലേ അട്രാക്റ്റഡ് ആവാന്ന്. ട്വിൻ സോളിനെ അട്രാക്റ്റ് ചെയ്യുമ്പം സോളിനെയാണ് നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നത്, അതിൽ ഫേസ് ഇല്ല.
അപ്പം നിങ്ങളുടെ ഹാഫായിട്ടുള്ള എനർജീനെ നിങ്ങൾ ബ്ലെൻഡ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. അല്ലാതെ ഒരു പെർട്ടിക്കുലർ പേഴ്സണായിട്ട് ചെയ്യേണ്ട. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഒരു പെർട്ടിക്കുലർ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വരണമെങ്കിൽ ഇൻസെക്യൂരിറ്റികളൊന്നുമില്ലാതെ, ഇൻസെക്യൂരിറ്റി ഇത് അയാൾ നമ്മളിനി വിട്ടുപോകുമോ എന്നുള്ള പേടിയൊന്നുമില്ലാതെ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അത് ഞാൻ പറഞ്ഞല്ലോ 2 കാര്യങ്ങൾ, അത് ഉറപ്പിച്ചതിന് ശേഷം നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. അപ്പം എല്ലാവരും ഭംഗിയായിട്ട് ഇത് ചെയ്ത് എല്ലാവരും സക്സസ് ആവുമെന്ന് വിചാരിക്കുന്നു. ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ ജസ്റ്റ് നിന്നത്തെ മൂണിൻ്റെ സൗന്ദര്യം ഒന്ന് ആസ്വദിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഉള്ളിൽ കിടന്നിരുന്ന നിങ്ങൾ പോലും അറിയാത്ത ചില ആഗ്രഹങ്ങൾ ലെറ്റ് ഇറ്റ് ഗോയിൽ കൂടെ പുറത്തേക്ക് പോയിട്ട് നിങ്ങൾ ഇക്വിലിബ്രിയത്തിലെത്തുമ്പം നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഉള്ളിൽ ഒരു കുഴിച്ചു മൂടി വെച്ച കുറേ ആഗ്രഹങ്ങളൊക്കെ നടക്കാൻ എല്ലാ വഴികളും മുന്നിലുണ്ട്. അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ശുഭരാത്രി.